ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് വാട്ടർ കളർ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ പുഴത്തീരത്തെ അടുത്തുള്ള ഒരു വീട് എന്നൊരു ടോപ്പിക്കാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ എന്താണ് വാട്ടർ കളർ കോമ്പറ്റീഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെ ഫുള്ള് വ്യക്തമായിട്ടാണ് വാട്ടർ കളർ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിരിക്കും, നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് മുരുമുരുത്ത ഒരു പ്രതലമുള്ള ഒരു പേപ്പറായിരിക്കും. പിന്നെ ഞാൻ രണ്ട് എന്താ പറയണ്ടേ, രണ്ട് പ്ലാസ്റ്റിക് ഡബ്ബയിൽ ഞാനിവിടെ ഡബ്ബയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്ന് ഐസ്ക്രീമിൻ്റെ ഡബ്ബയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റുള്ള ആ ഒരു ഡബ്ബ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ബ്രഷ് എടുക്കുന്നത് റൗണ്ട് സൈസുള്ള ബ്രഷാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ റൗണ്ട് സൈസുള്ള ബ്രഷ് ഉപയോഗിക്കുക. ഇത് തൊട്ടാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഷേപ്സ് റൗണ്ട് ആയിരിക്കും. അപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണിക്കും. ഈ ബ്രഷിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ടാവും നമ്മളെ സൈസ്. ഇതിപ്പോൾ വരുന്നത് വെച്ചാൽ നമുക്ക് 8 നമ്പർ വരുന്ന ഒരു റൗണ്ട് ബ്രഷാണ്. അപ്പോൾ നമ്മൾ വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ബ്രഷ്, അതും ഈ 8 നമ്പർ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പുള്ള ഞാൻ ബ്രഷ് എടുക്കുന്നു. അപ്പോൾ നമ്മളെ സൈസ് എന്ന് വെച്ചാൽ 2 നമ്പർ വരുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെയും ഫ്രണ്ട് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, റൗണ്ട് ബ്രഷ് എന്ന് പറയും ഇതിന്. പിന്നെ ഇവിടെ 3 നമ്പർ വരുന്ന വീണ്ടും ഞാൻ റൗണ്ട് ബ്രഷ് എടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3 നമ്പർ ബ്രഷ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 000 വരുന്ന ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത്. 0 നമ്പർ വരുന്ന ബ്രഷ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പിൻ പോയിൻ്റൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കളർ വെച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാലറ്റാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അതിൽ എടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 24 ഷെയ്ഡ്സ് വരുന്ന ആർട്ടിസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു വാട്ടർ കളറാണ്. പിന്നെ ഞാൻ ഇവിടെ വരക്കാൻ വേണ്ടിയിട്ട് ആർട്ട്ലൈൻ എന്ന പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്ലൈനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അധികം ഡാർക്കുള്ള പെൻസിൽസ് ഉപയോഗിക്കാൻ പറ്റില്ല. ആർട്ട്ലൈൻ സെറ്റിൽ തന്നെ നമുക്ക് HB പെൻസിൽസ് നമുക്കുണ്ടാവും. ഇത് 4B പെൻസിലാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ HB പെൻസിലാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഔട്ട്ലൈൻസ് ജസ്റ്റ് നമ്മൾ അധികം ഡാർക്ക്നെസ് ചെയ്യാതെ നമ്മളിവിടെ ഔട്ട്ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് HB പെൻസിൽസ്, അതുപോലെ തന്നെ ഒരു ഷാർപ്പനർ, അതുപോലെ തന്നെ ഒരു എറേസർ. അപ്പോൾ നമുക്ക് മുന പൊട്ടിപ്പോൻ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക്നെസ് ഉള്ള ഏരിയ നമുക്ക് മായ്ച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു വാട്ടർ കളർ പേപ്പർ, അതുപോലെ തന്നെ ഷാർപ്പനർ, റബ്ബർ, അതുപോലെ തന്നെ പെൻസിൽസ്. ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ വരക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ പെൻസിൽസ് എപ്പോഴും ഷാർപ്പായിട്ട് വെക്കുക, നല്ല ടിപ്പ് നല്ലൊരു ഷാർപ്പായിട്ട് വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ഔട്ട്ലൈൻസ് വരക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ നമ്മളെ പേപ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലൈൻസ് കിടക്കാം. നമ്മളെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ പുഴയോരത്തെ അരികത്തുള്ള ഒരു വീട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പുഴയുടെ ഒരു പുഴ എങ്ങനെ വരച്ചെടുക്കാം എന്നൊരു ട്യൂട്ടോറിയലാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പുഴയുടെ ആ ഒരു ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുകയാണ്. ആ കല്ലുകളും പാറക്കല്ലുകളും അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാനിവിടെ വരക്കുന്നു. പുൽച്ചെടികളും അതുപോലെ തന്നെ കുറച്ച് ചെറിയ കല്ലുകൾ, അതുപോലെ തന്നെ വരമ്പിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ചെറിയ മരങ്ങളൊക്കെ നമ്മൾ വരച്ചെടുക്കുക. നമ്മളൊരു പുഴയോരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണോ ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. പുഴയോരവും അതിൻ്റെ അടുത്തുള്ള ഒരു വീടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ മെയിൻ സബ്ജക്റ്റ് എന്നാൽ പുഴയോരം നമ്മൾ ഫസ്റ്റായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് പുഴ തീരം ഞാൻ വരച്ചു. പുഴയുടെ തീരം ഞാൻ വരച്ചു. തീരത്തുള്ള കുറച്ച് കല്ലുകൾ വരച്ചു. പിന്നെ ഞാനിവിടെ മരം വരച്ചു. മരം വരച്ച ശേഷം മരത്തിൻ്റെ ഇലകൾ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. പെൻസിൽ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ മരത്തിൻ്റെ ഇലകളും നമ്മൾ വരച്ചെടുക്കുക. പിന്നെ ഇലയുടെ മുകളിലേക്ക് വരുന്ന ആ ശിഖരങ്ങൾ നമ്മൾ വരച്ചെടുക്കുക. ആ ശാഖകൾ, കൊമ്പിൻ്റെ ശാഖകൾ, അതുപോലെ തന്നെ കുറച്ച് ഇലകളും നമ്മൾ വരച്ചെടുക്കുക.
അപ്പോൾ നമ്മളെ മരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന കുറച്ച് കുറ്റിച്ചെടികൾ നമ്മളിവിടെ വരച്ചെടുക്കേണ്ടതുണ്ട്. ലൈറ്റായിട്ട് നമ്മൾ ആ കുറ്റിച്ചെടികളും ഇവിടെ വരച്ചെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു സൈഡ് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് വരക്കാം. എപ്പോഴും നമ്മൾ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ നമ്മൾ പേപ്പർ ഒരിക്കലും കാലിയാക്കി വിടാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുക. നമ്മളെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അത് മെയിൻ ഫോക്കസ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസും അതിൽ ആഡ് ചെയ്യുക. നമ്മൾ പ്രൊപ്പോർഷൻസ് നോക്കുക, നമ്മൾ ഏത് വ്യൂവിലാണ് കാണുന്നതെന്ന് നോക്കുക, ആ ഒരു ആംഗിളിൽ നമ്മൾ വരക്കുക. ഇപ്പോൾ നമുക്കിവിടെ വീട് വരക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻസ് ഇടുന്നു വീടിൻ്റെ. നമ്മൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ വീട് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാകും. ഒരു ജസ്റ്റ് ഒരു സൈഡ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും വരയ്ക്കുക. ജസ്റ്റ് വീട്, അതുപോലെ തന്നെ വീട്ടിനോട് ഫ്രണ്ടിൽ നിൽക്കുന്ന കുറ്റിച്ചെടികൾ, അത് വീടിൻ്റെ വാതിൽ, അതൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നു. പിന്നെ വീടിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വഴി അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി വരുന്ന കുറ്റിച്ചെടികളൊക്കെ നമുക്ക് വരച്ചെടുക്കാം. പുഴയുടെ ബാലൻസ് ഭാഗവും അതുപോലെ തന്നെ വീടിൻ്റെ പിറകുവശത്തുള്ള കുറച്ച് ചെടികളൊക്കെ, ഉയർന്നു നിൽക്കുന്ന ചെടികളൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. പിന്നെ പുഴയിൽ കുറച്ച് ഒരു തോണി ഇട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ തോണിയും നമുക്ക് അവിടെ വരച്ചെടുക്കാം. തോണി ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു തോണിയും നമുക്കിവിടെ വരക്കാം. പുഴയോരത്തെ വീട് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു തോണിയോ അവിടെ വരച്ചെടുക്കാം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. തോണി വരച്ചു. പിന്നെ നമുക്ക് ചെറിയ 2 മലയും വരക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം നമ്മളെ പേപ്പറൊക്കെ മാക്സിമം നമുക്ക് കവറായിട്ടുണ്ട്. അപ്പോൾ പേപ്പർ ഫുള്ളായിട്ട് നമുക്ക് ഔട്ട്ലൈൻസിൽ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാം വാട്ടർ കളർ. 24 ഷെയ്ഡ്സ് അടങ്ങുന്ന ബ്രൂസ്ട്രോ എന്ന കമ്പനിയുടെ വാട്ടർ കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് നിങ്ങൾക്ക് ക്യാംലിൻ എന്ന ഒരു ബ്രാൻഡിൻ്റെ വളരെ പൈസ കുറഞ്ഞ വാട്ടർ കളർ യൂസ് ചെയ്യാം. ഇതുപോലത്തെ ട്യൂബ്സ് ആയിട്ട് കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. ആർട്ടിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കളർ പെൻസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ കളർ ട്യൂബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാട്ടർ കളർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള ഒരു വാട്ടർ കളറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ കളർ നമ്മൾ ഉപയോഗിക്കാത്തൊരു കളറാണ് ബ്ലാക്ക് കളർ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാത്തൊരു കളറാണ് നമ്മൾ വൈറ്റ്. ഈ 2 കളറും നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ വാട്ടർ കളറിൻ്റെ റൂൾസിന് വിപരീതമാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതാണ്. നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ ഉറപ്പായും നിങ്ങൾ ഈ 2 കളർ ഉപയോഗിക്കാതിരിക്കുക. വൈറ്റ് നമ്മൾ പേപ്പർ വൈറ്റ് അങ്ങനെ ഒഴിച്ചു വിടുക. ബ്ലാക്ക് നമ്മൾ റെഡും ബ്ലൂവും ഡാർക്ക് ബ്ലൂവും മിക്സ് ചെയ്ത് നമുക്ക് ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഞാനിവിടെ സ്കൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂസ് നമ്മൾ നോക്കുക. കുറച്ച് ഡാർക്ക് ബ്ലൂ ഫസ്റ്റ് നമ്മളെ കളർ പാലറ്റിൽ നിന്ന് നമ്മളെ കളർ ബോക്സിൽ നിന്ന് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെക്കുക ഡാർക്ക് ബ്ലൂ. അപ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ആകാശം വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഡാർക്ക് ബ്ലൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വയലറ്റ് കളറാണ്. വയലറ്റ് കളർ നമ്മൾ മാറ്റി വെക്കുക. ബ്ലൂ ആയി, അതുപോലെ തന്നെ വയലറ്റ് കളറായി. വയലറ്റ് കളർ ഇല്ലെങ്കിൽ നമുക്ക് ബ്ലൂവും അതുപോലെ തന്നെ റോസ് കളറും നമുക്ക് മിക്സ് ആക്കിയാൽ നമുക്ക് വയലറ്റ് കിട്ടും. പിന്നെ നമുക്ക് ലൈറ്റ് സ്കൈ ബ്ലൂവും ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ്സും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മൾ ഇത്രയും കളറാണ് നമ്മളിവിടെ ആകാശത്തിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിവിടെ ഫസ്റ്റായിട്ട് നമ്മൾ ആകാശം നമ്മൾ വാട്ടർ കളർ വെച്ചിട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് ആകാശം നമ്മൾ ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ പാലറ്റ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കുന്നൊരു പാലറ്റ് നമുക്ക് തുടച്ച് വൃത്തിയാക്കുക. നിങ്ങൾക്ക് സാധാരണ ടൈൽസോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഗ്ലാസ് അതുപോലെ തന്നെ ഏത് തരം പ്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കളർ നമുക്ക് പാലറ്റിലേക്ക് നമുക്ക് നല്ല പ്രസ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ പ്രസ് ചെയ്യുന്നു. കുറച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് അതിൽ കുറച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഡാർക്ക് ബ്ലൂ ഫസ്റ്റ് പാലറ്റിൽ ഞാനിവിടെ ചെയ്യുന്നു.
പിന്നെ ഞാനിവിടെ സ്കൈ ബ്ലൂ ഞാൻ അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ സ്കൈ ബ്ലൂവും അവിടെ പാലറ്റിലാക്കുന്നു. പിന്നെ ഞാൻ അടുത്തായിട്ട് കളർ എടുക്കുന്നത് വയലറ്റാണ്. വയലറ്റ് ഞാനിവിടെ ഇവിടെ പേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നു. വയലറ്റ് കളർ ഞാനിവിടെ പാലറ്റിലാക്കുന്നു. പിന്നെ ഞാനിവിടെ മഞ്ഞ കളർ, അപ്പം മഞ്ഞ കളർ ഞാനിവിടെ പാലറ്റിൽ ആക്കുന്നു. ഓക്കെ, നമുക്ക് പറഞ്ഞല്ലോ ഇത്രയും കളറാണ് നമ്മൾ ആകാശത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കളറ്. ഓക്കെ, ഇത്രയും കളർ വെച്ചിട്ട് നമ്മളിവിടെ ആകാശത്തിൻ്റെ ഏരിയാസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മരത്തിൻ്റെ ആ ഒരു ഇലകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇലകൾക്ക് നമുക്ക് ഏത് കളർ ഉപയോഗിക്കണം എന്ന് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലകൾക്ക് ഞാൻ ഇവിടെ ലൈറ്റ് പച്ച എടുക്കുന്നുണ്ട്. ലൈറ്റ് പച്ച കളർ നമ്മുടെ വാട്ടർ കളറിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് പച്ചയും നമ്മളിവിടെ പാലറ്റിൽ ആക്കുക. ഞാനിവിടെ ലൈറ്റ് പച്ച കളറും ഇവിടെ പാലറ്റിൽ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് കൂടിയ പച്ച എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഷെയ്ഡിങ്സ് കൊണ്ടുവരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കട്ടി കൂടിയ പച്ച നമ്മളിവിടെ പാലറ്റിലാക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പച്ചയും നമ്മളിവിടെ പാലറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നമുക്ക് ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞയുടെ കുറച്ചുകൂടി ഡാർക്കായിട്ടൊരു മഞ്ഞയുണ്ട്, അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇവിടെ മാക്സിമം നമുക്ക് ചെടിയിലും അതുപോലെ തന്നെ ഇലകളൊക്കെ വേണ്ടത്. ഇനി നമുക്ക് മരത്തിൻ്റെ ഷെയ്ഡ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കാപ്പി കളറും ഇവിടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പി കളർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഓറഞ്ച് കളർ ഞാൻ എടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ആ ഒരു ഓട് ഭാഗത്ത് കാണിക്കാനാണ് ഇവിടെ ഓറഞ്ച് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റെഡ് കളറും നമുക്ക് ഇവിടെ എടുക്കാം. റെഡ് കളറൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ കളേഴ്സ് ഇത്രയും കളറാണ് മാക്സിമം നമ്മളെ വാട്ടർ കളർ ഉപയോഗിക്കുന്ന കളേഴ്സ്. ഇനി നമുക്ക് വെള്ളത്തിൽ മുക്കി വെച്ചാൽ നമുക്ക് ബ്രഷ് എടുക്കാം. കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ ബ്രഷ് പതുക്കെ എടുക്കുക. ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാകാൻ പറ്റില്ല, കുറച്ചായിട്ട് വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. നമ്മളെ വാട്ടർ കളർ പേപ്പർ കുറച്ചൊന്ന് വാഷ് ചെയ്തെടുക്കുക. നമുക്ക് കിട്ടുന്ന പേപ്പർ നമുക്ക് വാട്ടർ കളർ പേപ്പർ അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഐവറി ചാർട്ട് അതുപോലത്തെ വേറെ ഏതെങ്കിലും ചാർട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വാട്ടർ കളർ പേപ്പർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ആ സ്കൈയുടെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഫസ്റ്റ് വെറും വെള്ളം എടുത്തിട്ട് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ യെല്ലോ ഷെയ്ഡ്സ് ഞാനിവിടെ മിക്സ് ചെയ്യുകയാണ്. ലൈറ്റ് യെല്ലോ ഞാൻ വെച്ചിട്ട് മുകൾ വശത്ത് ഞാൻ ജസ്റ്റായിട്ട് ഞാനിവിടെ ലൈറ്റ് വെള്ളം മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ലൈറ്റ് കളർ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. പതുക്കെ പതുക്കെ നമുക്ക് കളറിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഡാർക്ക് ബ്ലൂ ജസ്റ്റ് ലയിപ്പിച്ചെടുത്തിട്ട് നമ്മളിവിടെ ഡാർക്ക് ബ്ലൂ ഞാനിവിടെ വളരെ ലൈറ്റായിട്ട് ഞാനിവിടെ സ്കൈയുടെ ഏരിയാസ് ഞാനിവിടെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കുറച്ച് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കിടക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാനിവിടെ കുറച്ച് സ്കൈ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഏരിയ ഞാനിവിടെ ജസ്റ്റ് പതുക്കെ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ 8-ാം നമ്പർ ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ സ്കൈയുടെ എഫക്റ്റ് ഞാനിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വാട്ടർ കളർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്കൈയുടെ മുകൾ വശത്തെ ജസ്റ്റ് ഒരു ഏരിയാസ് നമുക്ക് കിട്ടി. ആ മലയുടെ മുകൾ വശത്തും ജസ്റ്റ് ലൈറ്റ് പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് വയലറ്റ് കളർ പോലെ ഞാനിവിടെ സ്കൈയുടെ എഫക്റ്റ് ഞാനിവിടെ കൊണ്ടുവരും. ഓക്കെ, നമുക്ക് ഏകദേശം ആ സ്കൈയുടെ ആ ഒരു ഏരിയാസൊക്കെ നമുക്ക് ഇവിടെ കവറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഏരിയാസ് നമുക്ക് എടുക്കാം. ബ്രഷ് നല്ലപോലെ തുടക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എപ്പോഴും നമുക്ക് കരുതുക. അതുപോലെ തന്നെ ബ്രഷ് എപ്പോഴും നമുക്ക് തുടക്കുക. അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഇടയ്ക്കിടെ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ വെള്ളം നമുക്ക് മോശമായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാറ്റണം. ഇനി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് യെല്ലോ ഷെയ്ഡ്സാണ്. ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ യെല്ലോ ഷെയ്ഡ്സ് ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ലൈറ്റ് പച്ച വെച്ചിട്ട് ഞാനിവിടെ മഞ്ഞയിൽ നിന്ന് പച്ചയിലേക്ക് എന്ന തോതിൽ ഞാനിവിടെ രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ആ ഷെയ്ഡ്സ് കൊടുക്കുന്നു. നമ്മൾ ഫസ്റ്റ് മഞ്ഞ കൊടുത്തു, അതുപോലെ തന്നെ പച്ചയും മഞ്ഞയും മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഒരു കളർ എഫക്റ്റ് കൊടുത്തു. പിന്നെ പച്ച ജസ്റ്റ് കീഴെ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ മുകൾ വശത്തെ ആ ഒരു ഏരിയ നമ്മൾ സെയിം ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ മഞ്ഞ കളർ കൊടുത്തു, പിന്നെ പച്ചയും മഞ്ഞയും മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ആ ബാക്കിൽ താഴെ വരുന്ന ഭാഗത്ത് ഞാനിവിടെ പച്ചയും മഞ്ഞയും ജസ്റ്റ് കൊടുക്കുന്നു, പിന്നെ പച്ച കളർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഞാനിവിടെ ഡാർക്ക് പച്ച
ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. പച്ചയുടെ കൂടെ ഡാർക്ക് പച്ചയും മിക്സ് ചെയ്യുന്നു. കുറച്ചുകൂടി ഒന്ന് ഇലകൾ കുറച്ചും കൂടി ഡാർക്ക്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് പച്ചയും കൊടുക്കുന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സൈഡ് ലൈറ്റ് ആയിരിക്കുക, ഒരു സൈഡ് നമുക്ക് ഡാർക്കായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇല വരക്കുമ്പോൾ, അതുപോലെ തന്നെ ചെടികൾ വരക്കുമ്പോൾ, അതുപോലെ തന്നെ മരങ്ങൾ വരക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ വാട്ടർ കളർ ചെയ്യാൻ. ഒരു സൈഡ് ലൈറ്റ് എഫക്റ്റും അതുപോലെ തന്നെ വേറൊരു സൈഡ് നമുക്ക് ഡാർക്ക് എഫക്റ്റും കൊടുക്കുക. ഞാനിവിടെ ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ലൈറ്റ് എഫക്റ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഞാനിവിടെ പച്ച വെച്ചിട്ട് പച്ച ലയിപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പച്ചയും ഡാർക്ക് പച്ചയും ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു ചെടികളൊക്കെ ഞാനിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് സൈഡിൽ വരുമ്പോൾ കുറച്ച് ഡാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്തുള്ള ആ ഒരു കുറ്റിച്ചെടികൾ ഞാനിവിടെ ആ ഒരു സെയിം കളറിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിവിടെ ബാക്കി വരുന്ന ഭാഗത്തു കൂടെ സെയിം പ്രോസസ്സ് ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. പച്ച വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ മഞ്ഞയും മിക്സ് ചെയ്തിട്ട് മഞ്ഞയും ലൈറ്റ് പച്ചയും മിക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കി വരുന്ന പുല്ലുള്ള ഏരിയക്ക് നമ്മളിവിടെ ഫുള്ളായിട്ട് ആ ലൈറ്റ് പച്ച കൊടുക്കുന്നു. പിന്നെ താഴ്ഭാഗത്ത് കുറച്ചൊരു പച്ച അതുപോലെ തന്നെ ഡാർക്ക് പച്ച ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ഞാനിവിടെ ലൈറ്റ് പച്ച ലൈറ്റ് ലയിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ മഞ്ഞയും പച്ചയും മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ബാക്കി വരുന്ന ഏരിയാസ് ഞാനിവിടെ മഞ്ഞയും പച്ചയും വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ലൈറ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളും സെയിം പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു ടൂൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചയുടെ കൂടെ നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ നമുക്ക് ലൈറ്റ് കളർ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ലൈറ്റ് കളർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റ് മെത്തേഡ് ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ആ ഒരു മലയുടെ ആ ഭാഗം നമുക്ക് കൊടുക്കാം. മലയുടെ പകുതി മാത്രം നമ്മൾ കുറച്ച് ഡാർക്ക് കൊടുക്കുക. എല്ലാ മലയുടെ ബാക്കി ഭാഗം വരുന്നത് നമ്മളൊന്ന് ലയിപ്പിച്ചെടുക്കുക. വെറും വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മലയുടെ ഷെയ്ഡ്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് അതുപോലെ തന്നെ കുറച്ച് ബ്രൗണും കൊടുത്തിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന മണ്ണിൻ്റെ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാം. ആ വഴികളും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ചില്ലകളും മരങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ഏരിയാസും നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ബോർഡിൻ്റെ ഭാഗത്ത് കിടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് റെഡ് ഷെയ്ഡ് നമുക്കങ്ങനെ അപ്ലൈ ചെയ്യാം. ലൈറ്റായിട്ട് നമുക്ക് റെഡ് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂവും അതുപോലെ തന്നെ വയലറ്റും മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ ബാക്കി ആ ചുമരിൻ്റെ ആ ഒരു ഏരിയാസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ വയലറ്റ് അതുപോലെ തന്നെ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ വാതിലിനും കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമുക്കതും അങ്ങനെ വരച്ചെടുക്കാം. ബാക്കി വരുന്ന ഭാഗം അങ്ങനെ വൈറ്റായിട്ട് വിടുക. പിന്നെ കുറച്ചൊരു ഏരിയാസ് നമുക്കിവിടെ ലൈറ്റ് കളറ് വയലറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഏകദേശം കവർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് വരുന്ന കുറച്ച് കല്ലുകൾ നമ്മളിവിടെ സെയിം നമ്മൾ വീടിന് കൊടുത്ത അതേ വയലറ്റ് കളർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ പാറക്കല്ലുകൾ വരച്ചെടുക്കുന്നു. കല്ലുകൾ നമ്മൾ ഒരു പേപ്പർ വെയിറ്റ് കുറച്ച് വിട്ടുകൊണ്ട് തന്നെ നമ്മളിവിടെ വരച്ചെടുക്കുന്നു. ബാക്കി നമുക്ക് തോണിയുടെ ഭാഗം നമ്മളിവിടെ ബ്രൗൺ ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ബ്രൗൺ ലൈറ്റ് കളർ നമ്മൾ കൊടുക്കുക. പിന്നെ ആ ഒരു കുറ്റിയുണ്ട് അവിടെ കെട്ടിയിട്ടുള്ള ആ കുറ്റിയും നമ്മളിവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്. ഒന്നാമത്തെ ഘട്ടം നമുക്ക് കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ഘട്ടം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ലെയർ നമുക്ക് കയറ്റാം. കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഇനി കൊടുക്കേണ്ടതുണ്ട്. ഡാർക്ക് പച്ച ഞാനിവിടെ സ്ട്രോക്കായിട്ട് കൊടുക്കുന്നു. നമ്മൾ ഡാർക്ക് പച്ച വെച്ചിട്ട് കുറച്ച് നമുക്ക് സ്ട്രോക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇലകളൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ആ ഒരു എങ്ങനെയൊക്കെയാണോ ആ ഇലകൾ പോകുന്നത് ജസ്റ്റ് ആ ഡാർക്ക്നെസ് ഒന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കായിരിക്കും വാട്ടർ കളർ കിട്ടുക. നമ്മൾ തെറിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റില്ല. ആ യെല്ലോ ഷെയ്ഡ്സ് അങ്ങനെ വിടണം. നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് വരുന്നത് ആ ഭാഗത്തെ ആ ഒരു ഷെയ്ഡ്സ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് ഡാർക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ് എഫക്റ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ബാക്കി വരുന്ന ഏരിയാസ് ഞാൻ ജസ്റ്റ് പുല്ലുകളൊക്കെ ഞാൻ ഇവിടെ ഡാർക്ക് പച്ച വെച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ബ്ലൂവും മിക്സ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് പച്ചയും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ബ്ലൂവും അതുപോലെ തന്നെ വയലറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനവിടെ ഡാർക്ക്നെസ് ഷെയ്ഡ്സ് കൊടുക്കുന്നു. നമുക്ക് പിറകിലുള്ള കുറച്ച് ഇരുട്ട് കൂടിയ ഒരു പുൽച്ചെടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഫ്രണ്ടിൽ വരുന്ന കുറച്ച് ചെടികൾ നമ്മളിവിടെ ഡാർക്ക്നെസ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ അടിയിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇവിടെ ഡാർക്ക്നെസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ മരത്തിൽ നിന്ന് വരുന്ന ഷേഡോസും നമുക്കിവിടെ കാണിക്കാം. ആ മരത്തിൻ്റെ ഷേഡോസാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ആ ഒരു ഷെയ്ഡ്സും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. ബാക്കി ആ ചെടിയുടെ ഷെയ്ഡ്സ് അതുപോലെ തന്നെ ഷേഡോസ് നമ്മൾ കുറച്ച് കൊടുക്കുക. മരത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമ്മളിവിടെ ഷേഡോസ് കൊടുക്കുക. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡാർക്കും റൈറ്റ് സൈഡ് ലൈറ്റും എന്ന തോതിൽ നമ്മളിവിടെ ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് ഞാനിവിടെ ഓടിൻ്റെ ഓട് കവർ ചെയ്യുന്ന ഏരിയാസ് നമ്മളിവിടെ ഡാർക്ക് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഓടിന് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് നമുക്ക് ലൈറ്റായിട്ട് തന്നെ വിടുന്നു. ബാക്കിയുള്ള ഭാഗം നമുക്ക് ഡാർക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ചെടികളിലൊക്കെ നിഴലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. മുകളിൽ ഓടിന് ആ ഒരു നിഴൽ നമ്മളിവിടെ കാണിക്കുന്നു. ബാക്കി ഓടിൻ്റെ ഭാഗം ഞാനിവിടെ വരച്ചെടുക്കുന്നു. ബാക്കി ഞാനിവിടെ റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് വയലറ്റ് കളർ കുറച്ച് ഡാർക്കാക്കിയിട്ട് ഞാനിവിടെ ഡോറ് വരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോറും ഞാനിവിടെ നല്ല ഡാർക്കായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. ബാക്കി വരുന്ന ഭാഗം ഞാനിവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ ഞാനിവിടെ കൊടുത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് വീട് നല്ലൊരു ലുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ പാറക്കല്ലും നമുക്ക് സെയിം പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. പാറക്കല്ല് നമുക്ക് ഡാർക്ക്നെസ് ആയിട്ട് നമുക്കിവിടെ റോസും അതുപോലെ തന്നെ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് നമുക്ക് വയലറ്റ് കളർ കിട്ടും. ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കുക. ഒരു സൈഡ് ഡാർക്ക് ഒരു സൈഡ് ലൈറ്റ് എന്ന തോതിൽ നമുക്കിവിടെ എല്ലാ പാറക്കല്ലും സെയിം കളറിൽ നമുക്കിവിടെ വരച്ചെടുക്കാം. ആ ഒരു കുറ്റിയും ഞാനിവിടെ വരച്ചെടുക്കുന്നത്. ബാക്കി നമുക്കിവിടെ വരുന്ന വഴി ജസ്റ്റ് ഒരു സൈഡ് ഇവിടെ ഡാർക്കാക്കുന്നു, ഒരു സൈഡ് ലൈറ്റായിട്ട് നമുക്ക് ലൈറ്റ് പിച്ചെടുക്കുന്നു. അപ്പോൾ വഴിയും കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ വഴിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്കിനി ഡാർക്ക്നെസ് വാല്യൂസ് കൊടുത്ത് വരാം. അപ്പോൾ മരത്തിൻ്റെ ബാക്കിൽ ഉള്ള ഭാഗം കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ മലയുടെ ഒരു സൈഡ് കുറച്ച് ഡാർക്കായിരിക്കും. നമുക്ക് ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഒരു സൈഡ് നമുക്ക് ഡാർക്കായിട്ടായിരിക്കും കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും വരച്ചെടുക്കുക. പിന്നെ നമുക്ക് തോണിയുടെ വശത്ത് കുറച്ച് ഇരുട്ടായ ഭാഗം കാണിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ നമുക്ക് ആ ഒരു പട്ടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഇരിക്കുന്ന ഭാഗമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഡാർക്ക്നെസ് ഏരിയാസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സെയിം ആയിട്ട് നിങ്ങൾ വരച്ചെടുക്കുക. ബാക്കി വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ഞാനിവിടെ വയലറ്റ് അതുപോലെ തന്നെ ആ കല്ലിൻ്റെ ഷേഡോസ് ഞാൻ വൈറ്റ് പിങ്ക് കളർ അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് തോണിയുടെ ഷെയ്ഡ്സ് നമ്മളിവിടെ കൊടുക്കുന്നു. തോണിയുടെ പ്രതിബിംബമാണ് ഇവിടെ വെള്ളത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അങ്ങനെ വരച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ഷേഡോസ് നമ്മൾ കൊടുത്തെടുക്കുക. നമ്മൾ ഓരോരോ സ്ട്രോക്സ് ബ്രൗണും അതുപോലെ തന്നെ പച്ചയും മിക്സ് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വരമ്പൊക്കെ നമ്മളിവിടെ ബ്രൗൺ ഷെയ്ഡ് കുറച്ച് ഡാർക്കായിട്ട് തന്നെ കൊടുത്തിട്ട് നമുക്ക് വരച്ചെടുക്കുക. ബാക്കി എവിടേക്കാണോ ഡാർക്ക്നെസ് വരുന്നത് അവിടെയൊക്കെ നമ്മൾ ഡാർക്ക്നെസ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് ലൈറ്റ്നെസ് ആയിട്ട് കാണിക്കുക. ഞാനിപ്പോൾ മാക്സിമം എവിടേക്കാണോ നമുക്ക് ഡാർക്ക്നെസ് വേണ്ടത് ആ ഏരിയയൊക്കെ നമ്മളിവിടെ മെയിൻ ഡാർക്കായിട്ട് വരച്ചെടുക്കുന്നു. പിന്നെ ഒരു മരത്തിൻ്റെ ചില്ലകൾ മുകളിലോട്ട് പോകുന്ന ആ മരത്തിൻ്റെ ചില്ലകൾ ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫൈനൽ ടച്ചായിട്ട് നമുക്കിവിടെ എവിടേക്കാണോ നമുക്ക് ഡാർക്ക്നെസ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മളിവിടെ ഡാർക്ക് വാല്യൂസ് ഒരു സൈഡ് മാത്രം നമ്മൾ കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമാണ് ഞാനിവിടെ ബ്രൗണും അതുപോലെ തന്നെ റെഡും മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ബ്ലാക്ക് ഷെയ്ഡ്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബ്രൗണും അതുപോലെ തന്നെ ബ്ലൂവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബ്ലൂവും നീലയും അതുപോലെ തന്നെ ചുവപ്പും മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ്സ് ഉണ്ടാക്കുക. നമുക്കിവിടെ കല്ലിൻ്റെ ഓരോരോ പ്രതിബിംബം കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ആ ഒരു
തോതിൽ ഞാനിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ ബാക്കി വരുന്ന ഫ്രണ്ട് ഭാഗത്ത് നമ്മളിവിടെ കുറച്ച് പുല്ലുകൾ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പുല്ലുകൾ നമ്മൾ ചെറിയ ബ്രഷ് വെച്ചിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുക. പിന്നെ കുറച്ച് ബാക്കി വരുന്ന ഏരിയാസ് ഞാൻ ഇവിടെ കുറച്ച് കളേഴ്സ് തെറിപ്പിക്കുന്നുണ്ട്. പച്ച കളർ ഞാൻ ഇവിടെ ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് തെറിപ്പിക്കുന്നു. ബാക്കി 2-3 കാക്കകളെ ഞാനിവിടെ വരക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഞാനിവിടെ ആകാശത്ത് പറക്കുന്ന 2-3 കാക്കകളെയും ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഞാനിവിടെ നമുക്ക് ആ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോർഡർ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു പച്ച ഡാർക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ പുല്ലുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ ഏരിയാസും ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ